ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ വൈകിട്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കാർഡൊക്കെ റീചാർജ് ചെയ്യാണ്, സിം കാർഡ്. അങ്ങനെ ഇതാ നമ്മൾ ബസ് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ബസ് എത്താറായിട്ടുണ്ട്. നമ്മുടെ ബസ് എത്തി, നമ്മൾ അതിലേക്ക് കയറുകയാണ്. നമ്മുടെ അടുത്ത് തന്നെയാണ് മെട്രോ, അതുകൊണ്ട് നമുക്ക് കുറച്ചേ പോകാനുണ്ടായിരുന്നുള്ളൂ. ബസ്സിൽ നിന്ന് ഹായ് ഓരോന്നൊക്കെ പറഞ്ഞ് വാശി കാണിക്കുകയും കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇറങ്ങുകയാണ് ബസ്സിൽ നിന്ന്. നമുക്ക് മെട്രോയിലൊക്കെ പെട്ടെന്ന് തന്നെ പോകാൻ നമ്മുടെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ മെട്രോൻ്റെ ഉള്ളിലെത്തി. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോവാണ്. ഇതാ നമ്മുടെ ഫ്രണ്ടിനെയൊക്കെ നമ്മൾ കണ്ട് വർത്താനൊക്കെ പറയുമ്പോഴത്തേക്ക് ട്രെയിൻ എത്തി. നമ്മൾ ദുബായ് മാളിലേക്കാണ് പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ദുബായ് മാളിലേക്ക് പോവാണ്. ഇത് കാര്യമായിട്ടുള്ളൊരു ട്രിപ്പോ പുറത്ത് പോക്കൊന്നുമല്ല, ചുമ്മാ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോകാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങ് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ദുബായ് മാൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ചധികം തന്നെ നടക്കാനുണ്ട്. നമ്മൾ നടക്കുമ്പോൾ തന്നെ ബുർജ് ഖലീഫയൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നടന്ന് അങ്ങനെ നമ്മളിതാ ദുബായ് മാളിലെത്തി. പിന്നെ ഇവിടെ കൂടുതൽ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കളിക്കായിരുന്നു. ഇവിടെ നടക്കാൻ തന്നെ ഒരുപാടുണ്ടല്ലോ. ശരിക്കും ദുബായ് മാൾ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ 2 തവണ വന്നിട്ടും ഞാൻ ദുബായ് മാൾ മൊത്തത്തിലൊന്നും കണ്ടിട്ടില്ല. നമ്മൾ അതിൻ്റെ ഒരു കാൽഭാഗം പോലും കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര തന്നെ ഉണ്ട് കാണാൻ. അപ്പോൾ ഇതാ ഞങ്ങൾ പോകുന്നത് അക്വേറിയത്തിലേക്കാണ്. പോകുന്ന വഴിക്കൊരു ചിലന്തിയൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് അക്വേറിയത്തിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ആണിത്. ഈ അക്വേറിയമാണ് വേൾഡിലെ ലാർജസ്റ്റ് ഇൻഡോർ അക്വേറിയം എന്നറിയപ്പെടുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൻ്റെ രൂപമൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. നമ്മളങ്ങനെ അക്വേറിയത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹയക്കൊന്നും അവിടെ നിന്ന് വരാൻ തന്നെ തോന്നില്ലായിരുന്നു.
51 മീറ്റർ നീളമുണ്ട് ഈ അക്വേറിയത്തിന്. നമ്മളിപ്പോൾ ഉള്ളത് 3rd ഫ്ലോറിലാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും അടിയിലായിട്ട് വരുന്നുണ്ട്. ഹായ്ക്കും ഇവാനും തീരെ താല്പര്യമില്ലായിരുന്നു വേറെ എങ്ങോട്ട് പോകാനും. അങ്ങനെ നമ്മൾ ഹായനൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുപോവുക ചെയ്തത്. ഹായ വീണ്ടും നമ്മൾ പോകുമ്പോൾ അങ്ങോട്ടേക്ക് കാണിച്ച് പിന്നെ അങ്ങോട്ടേക്ക് പോവാണ്. ഇത് നമ്മൾ തൊട്ട് താഴെയുള്ള ഫ്ലോറിൽ വന്നപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നേരത്തെ നമ്മൾ 3rd ഫ്ലോറാന്ന് പറഞ്ഞത്, ഇത് 2nd ഫ്ലോറിലാണ്. എന്താ നല്ല രീതിയിൽ അവിടെ തിരക്കുണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിലാണ് ഏറ്റവും കൂടുതൽ തിരക്കും അതുപോലെ തന്നെ അടിപൊളി കാണാൻ നല്ല വൈബൊക്കെ ആയിട്ടുള്ളത്. ഹായ്ക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷമായിരുന്നു. അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഹയനെ നോക്കും, ഹയൻ്റെ കളി കണ്ട് അവർ തന്നെ സന്തോഷിക്കുന്നതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടത്. അത്രയും ഹയ അത് എൻജോയ് ചെയ്തു. മേലത്തെ 2 ഫ്ലോറിലും നമ്മൾ അക്വേറിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഉണ്ടാവുക. അപ്പം താഴത്തെ ഫ്ലോറിൽ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഹയക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് കരയുന്നത്. ഞങ്ങൾ പിന്നെ ടിക്കറ്റൊന്നും എടുത്തില്ല. ഹയനെ കിട്ടാൻ പിന്നെ വലിയ പണിയായിരിക്കും. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാൻഡി ഷോപ്പിലേക്ക് ഞങ്ങളൊന്ന് കയറുന്നുണ്ട്. ഇവിടെ നല്ല വെറൈറ്റീസ് ഓഫ് മിഠായികൾ കാണാൻ പറ്റും. വെറും മിഠായികളുടെ ഒരു ലോകം ഒക്കെ പറയുന്നത് പോലെയാണ് ഈ ഒരു ഷോപ്പ്. നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നില്ല അതുപോലത്തെ ഒരുപാട് മിഠായികൾ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ തന്നെയാണ് ഈ ക്യാൻഡീസൊക്കെ ഉണ്ടാക്കി അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ സെല് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കിത് മിഠായി ഉണ്ടാക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ വാട്ടർ ഫൗണ്ടനിലേക്ക് പോവാണ്. ബുർജ് ഖലീഫ ഏരിയയിലാണ് വാട്ടർ ഫൗണ്ടൻ വരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഒരു ജിമ്മനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ജിമ്മൻ്റെ അടുത്ത് നിന്ന് കുറേ ആൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് ഫ്രണ്ടൊക്കെ എസ്കലേറ്ററിൽ, ഞാനും ഷിഫയും ബാക്കിലായിട്ടാണുള്ളത്. എനിക്ക് അവസരം നമ്മളൊന്ന് കൂട്ടാണ്ട് പോയി ഗൈസ്. ഞാനും ഷിഫയും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോഴത്തേക്കും എനിക്ക് അഫ്സൽ മിസ്സായിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ അവരെ നോക്കി ഓടും. അത് കഴിഞ്ഞ് അവരെ കാണും. പിന്നെയും അവർ ഞങ്ങളെ കൂട്ടാണ്ട് മുന്നിൽ പോകും.
പിന്നെ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ പിന്നെയും മിസ്സാകും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അവരെ കാണുന്ന പോലുമില്ല. ഇതിൻ്റെ ഉള്ളിൽ എത്തിയപ്പോഴാണ് ഞാൻ ഹയനെയാണ് നോക്കുക. ഹയനെ പെട്ടെന്ന് കാണാൻ പറ്റും. ഹയ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടായതുകൊണ്ട് അങ്ങനെ ഹയനെ നോക്കിയിട്ടാണ് ഞങ്ങൾ അവരുടെ അടുത്തേക്ക് എത്തുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ബുർജ് ഖലീഫൻ്റെ മുന്നിലാണുള്ളത്. സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ തിരക്കുണ്ടാവും. ഏത് സമയത്ത് വന്നാലും തിരക്കാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിലും കൂടുതൽ തിരക്കുണ്ടായിരുന്നു. നമ്മളെത്തി ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വാട്ടർ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാട്ടർ ഡാൻസൊക്കെ കഴിഞ്ഞ് വാട്ടർ ഡാൻസ് കണ്ടപ്പോൾ ഹായ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പെട്ടെന്ന് പറ്റിയെന്നറിയില്ല. വാട്ടർ ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് അത് പൊന്തുന്ന സമയത്ത്, വെള്ളം പൊന്തി മേലേക്ക് പൊന്തുന്ന സമയത്ത് ഹായ നല്ല രീതിയിൽ പേടിച്ച് എൻ്റെ മേത്ത് കിടക്കുക. പിന്നെ അവൾ കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ഹായ നോക്കിയായത്. അങ്ങനെ എന്താ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ നല്ല രീതിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്ത് ഒരു വേ നമ്മളിങ്ങനെ കണ്ട് നമ്മളവിടെ കുറച്ച് സമയം ഇരിക്കും, അവിടുന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ആക്ച്വലി ഹൈ ഒന്ന് ഓക്കെ ആയത്. ഇതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കണ്ട് ഹൈ അതിലായി. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ വീണ്ടും വാട്ടർ ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് കണ്ട് എന്താ നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ ഉള്ളിലൂടെ നടക്കും, അതിലാ വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹയയും ഇവാനും നമ്മൾ അധികം വിട്ടിട്ടില്ല. കാരണം ഷൂവും ഡ്രസ്സൊക്കെ നനഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് കൈ നനച്ചൊന്നും അത്രേ പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മൾ പിന്നെയും ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടക്കുകയാണ്. സത്യം പറയാലോ, നടന്ന് ഒരു വഴിയാവും എന്നല്ലാതെ നമ്മൾ ഒരു ഭാഗം പോലും കണ്ടു തീർന്നെന്ന് പറയാൻ പറ്റില്ല. അത്രമാത്രം നടക്കാനുണ്ട്. അതുപോലെയാണ് ബുർജ് ഖലീഫ. എവിടെ നോക്കിയാലും ബുർജ് ഖലീഫ. അത് പിന്നെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ പറയണ്ട, നമ്മൾ മൊത്തത്തിൽ ദുബായിൽ എവിടെ നിൽക്കുമ്പോഴും കാണാൻ ബുർജ് ഖലീഫയാണ്. അങ്ങനെ നമ്മളൊരു പാർക്ക് ഏരിയയിലെത്തി, മക്കളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു.
സമയം ഒരുപാട് വൈകി. അപ്പം നമ്മളിതാ തിരിച്ചു പോവാണ്. നല്ല രീതിയിൽ എല്ലാവരും ടയേർഡാണ്, എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. അപ്പം നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വ്ളോഗായി കാണുന്നത് വരെ ബൈ ബൈ.